നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം വരയ്ക്കാൻ. എല്ലാവരും പേപ്പറോ സ്കെച്ച് ബുക്കോ ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക, പെൻസിലൊക്കെ ആയിട്ട്. സോ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ടൊരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് പാർട്ട് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വട്ടം വരയ്ക്കുക. ഓക്കെ, ഒരു റൗണ്ട് വരയ്ക്കുക. റൗണ്ട് വരയ്ക്കാൻ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യണം. എനിക്കിപ്പോൾ ഇച്ചിരി പ്രാക്ടീസ് കുറവ് കാരണമാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. റൗണ്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൈഡ് കട്ട് ചെയ്യുക. രണ്ട് സൈഡും കട്ട് ചെയ്യുക. കാരണം ഒരു ക്രേനിയം എപ്പോഴും റൗണ്ടായിട്ടല്ലല്ലോ ഇരിക്കുന്നത്. സോ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, സൈഡിൽ നിന്ന് വരയ്ക്കുക ലൈക്ക് ക്രോസ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ നോക്കും. ഓക്കെ, ഒരു ചെറുതായിട്ട് പേപ്പർ ടിൽറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ടിൽറ്റായിട്ടിരിക്കുന്ന ഫീലുണ്ട്. അത് കഴിഞ്ഞ് ഹെയർ ലൈൻ, നോസ് ലൈൻ, അത് പിന്നെ ജോ ലൈനും കൂടി മാർക്ക് ചെയ്യുക. സോ 3 ക്വാഡ്രൻ്റായിട്ട് ഡിവൈഡ് ആവും. ഈ 3 ക്വാഡ്രൻറ്റും ഒരേ അളവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് ഓരോ ആൾക്കാർ വെച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കില്ല. ശരിക്കും സെയിം ആയിരിക്കണം, ഒരു എസ്തെറ്റിക് ഫേസിന് സെയിം ആയിരിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ വരയ്ക്കുമ്പം ഭയങ്കര കട്ടിക്ക് വരയ്ക്കരുത്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫേസൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാനാണ് പ്ലാനെങ്കിൽ ജസ്റ്റ് വരച്ച് പഠിക്കാനൊക്കെ കട്ടിക്ക് വരച്ചാൽ കുഴപ്പമില്ല. പിന്നെ ബ്രൗൺ ലൈനിൽ നിന്ന് നമ്മുടെ ഐസ് വരയ്ക്കുക. ബ്രൗൺ ലൈനിൻ്റെ അവിടെയാണ് നമ്മൾ ഐലാഷ് വരയ്ക്കേണ്ടത്. പിന്നെ അതിൻ്റെ അടിയിൽ കണ്ണ് വരയ്ക്കുക. സോ കണ്ണും മൂക്കും നോസും ഒക്കെ വരയ്ക്കാൻ വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഓക്കെ, പിന്നെ അവിടുന്ന് നമ്മൾ നേരത്തെ വരച്ച ഐ ലൈനിൻ്റെ അവിടുന്ന് താഴോട്ട് നോസ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതൊരിച്ചിരി വൈഡായിട്ടുള്ളൊരു ഫേസാണ്. ലൈക്ക് ഫോർഹെഡ് ഇച്ചിരി വലുതും നോസും കുറച്ച് വലുതാണ്. സോ ഫേസ് കുറച്ച് വൈഡായിട്ടുള്ള ഫേസാണ്. സോ ഇച്ചിരി ലോങ് ആയിട്ടായിരിക്കും ഞാൻ നോസൊക്കെ വരയ്ക്കുക. പിന്നെ ഫോർഹെഡ് വരച്ച് തുടങ്ങുവാണ്. ഹെയർ ലൈനിൻ്റെ അവിടുന്ന് ഹെയർ വരച്ച് തുടങ്ങുവാണ്. സോ ഇച്ചിരി ലാർജർ ഫോർഹെഡ് ആയതുകൊണ്ട് ഫോർഹെഡിന് കുറച്ച് ഏരിയ കൂടുതൽ ഫ്രീ ആയിട്ട് വിടുക. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് അവിടുന്ന് നമ്മൾ ചെവി വരയ്ക്കുന്നു. ലൈക്ക് ബ്രൗൺ ലൈനിൽ നിന്ന് നോസ് ലൈൻ വരെയുള്ള വിട്ടിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു മനുഷ്യൻ്റെ ചെവി വരിക. സോ അവിടെ നമ്മൾ ചെവി വരയ്ക്കുന്നു. ചെവി വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുകളിലോട്ട് ഹെയറും വരയ്ക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വരയ്ക്കുന്നത് ലിപ്സാണ്. പൊതുവെ എല്ലാവരും ഫേസിൻ്റെ ഫുൾ പ്രപ്പോർഷൻസ് വരച്ചിട്ട് ലിപ്സൊക്കെ വരയ്ക്കാൻ പോവുള്ളൂ. ലൈക്ക് ജോ എല്ലാം വരച്ച് ഷേപ്പാക്കിയിട്ടേ പോവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ലിപ്സ് വരച്ചതാണ്. പിന്നെ നമ്മൾ താഴോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു, കുറച്ച് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം ഷാർപ്പായിട്ടുള്ളൊരു ജോ കിട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ വി ടേപ്പ് ചെയ്തേക്കുന്ന പോലെ വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഒരു സ്ട്രെയിറ്റ് ലൈനിട്ട് ജോയിൻ ചെയ്യും. സോ ഇങ്ങനെയായിരിക്കും ഒരു ബേസിക് ഫേസ് ഇരിക്കുന്നത്. പിന്നെ നെക്ക് വരയ്ക്കുന്നു, ജസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒപ്പം പറ്റുമെങ്കിൽ ഷാഡോസും കൂടി മാർക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഹെയറും കൂടി വരയ്ക്കുന്നു. സോ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ സൈഡിൽ നിന്നുള്ള ഫേസ് എങ്ങനെ വരയ്ക്കാമെന്നാണ്. അതായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളിലോട്ട് എത്താനാണ്. കഴിയുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടി ഫോളോ ചെയ്യാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. മാക്സിമം ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.